പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ അദ്വിതീയമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. ബാലഗോപാലനായി ഭഗവാൻ കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 13 വയസ്സിൽ താഴെയുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സാധാരണയായി ഭഗവാനെ പശുവിനൊപ്പം കാണാറുണ്ടെങ്കിലും ഇവിടെ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്ന കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പശുവില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ഉണ്ണിക്കണ്ണന് ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ സങ്കല്പം. ഇവിടെ ഏതാണ്ട് ഒരു 22 വർഷമായിട്ട് ഞങ്ങളിവിടെ പൂജാതി കർമ്മങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് മേശാന്തിപദം അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ കാലത്തെ 5:30 നട തുറന്ന് അഭിഷേകം, അതായത് ഇഞ്ച, എണ്ണ, കരിക്ക്, പാല് എന്നിവ കൊണ്ട് അഭിഷേകം നടത്തി മലനേദ്യത്തോടുകൂടി രാവിലത്തെ പൂജ, 7:30 ഉഷപൂജ, തുടർന്ന് ഉറി വഴിപാട്, മറ്റ് സമർപ്പണങ്ങൾക്ക് ശേഷം 10:30 ഉച്ചപൂജ, 11 മണിയോടുകൂടി രാവിലത്തെ പൂജ അവസാനിക്കുകയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് വൈകിട്ടത്തെ പൂജാസമയം. 5:30 മണി മുതൽ 6:20 വരെ വൈകുന്നേരം ഉറി സമർപ്പണത്തിനുള്ള സമയമാണ്. അതിനുശേഷം 6:35 മുതൽ ദീപാരാധന, തുടർന്ന് 7:10 അത്താഴ പൂജ, അതോട് 7:30 നടയടയ്ക്ക് എന്നിങ്ങനെയാണ് ഇവിടുത്തെ പൂജാക്രമം. ലോകത്ത് തന്നെ അനന്യമായ ഉറി വഴിപാട്, മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ, കായൽ മാടന്റെ ഐതിഹ്യം, അത്ഭുതകരമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നിവയിലൂടെ ഈ ക്ഷേത്രം ഭക്തരുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹത്തിന്റെ ദിവ്യദീപമായി തിളങ്ങുന്നു. ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യവും അതിന്റെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും സമഗ്രമായി നമുക്ക് നോക്കാം. പോളച്ചിറ എന്ന ജലാശയത്തിന്റെ തീരത്ത് ഒരു കാലത്ത് ചതുപ്പുകളും കൈതക്കാടുകളും നിറഞ്ഞ ഇരുണ്ട പ്രദേശത്താണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ പ്രദേശം കായൽ മാടൻ എന്ന ഭീകര സത്വത്തിന്റെ ഭയാനകമായ സാന്നിധ്യം കൊണ്ട് ജനങ്ങൾ പേടിച്ച് വരാതിരുന്ന സ്ഥലമായിരുന്നു. കയ്യിൽ ഇരുമ്പ് ദണ്ടുമായി ജലത്തിനു മുകളിലൂടെ നടക്കുന്ന ഭയപ്പെടുത്തുന്ന അലർച്ചകൾ ഉണ്ടാക്കുന്ന ഈ രൂപം പകൽ പോലും ആ പ്രദേശത്തേക്ക് പോകാൻ ജനങ്ങളെ പേടിപ്പിച്ചു. എന്നാൽ 1071 മീനമാസത്തിലെ രോഹിണി നക്ഷത്ര ദിനത്തിൽ താഴമൺ കുടുംബത്തിലെ ശങ്കരൻ തന്ത്രി നടത്തിയ പ്രതിഷ്ഠയോടെ ഈ പേടി അവസാനിച്ചു. ഗോകുലത്തെ കാളിയ സർപ്പത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഉണ്ണിക്കണ്ണൻ കായൽ മാടനെ ശമിപ്പിച്ച് ഭഗവദ്ദാസനാക്കി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു പേരാൽ മരത്തിന്റെ ചുവട്ടിൽ കുടിയിരുത്തിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. 67 വർഷങ്ങൾക്ക് മുൻപ് താഴമൺ തന്ത്രി നട്ട ഈ പേരാൽ മരത്തിന് ചുവട്ടിൽ കുംഭമാസത്തിലെ അശ്വതി നക്ഷത്ര ദിനത്തിൽ കായൽ മാടന് പൂജയും നിവേദ്യവും ഇപ്പോഴും നടത്തുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ നടന്ന അത്ഭുതകരമായ സംഭവങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ദൈവിക സാന്നിധ്യത്തിന് അടിവരയിടുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ പെട്ടെന്നൊരു ഇടിമിന്നലും മഴയും, ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ടു പറന്ന കൃഷ്ണപ്പരുന്തും ഭഗവാന്റെ സാന്നിധ്യമായി ഭക്തർ കണക്കാക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി താഴികക്കുടം തുറന്നപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് സ്ഥാപിച്ച വെറ്റില വാടാതെ കണ്ടെത്തിയത് ഭക്തരെ അത്ഭുതപ്പെടുത്തി. 2020 ലോക്ക്ഡൌൺ കാലത്ത് കിടാവിളക്കിന്റെ തിരിയണഞ്ഞ് സ്വയം തെളിഞ്ഞ സംഭവം 10 ലക്ഷത്തോളം ആളുകൾ കണ്ട വൈറൽ വീഡിയോ ആണ്. ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ടായെങ്കിലും ഭക്തർ ഇതിനെയെല്ലാം ഉണ്ണിക്കണ്ണന്റെ ലീലയായാണ് കാണുന്നത്. ഈ ഐതിഹ്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും ഇവിടുത്തെ ആത്മീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ആചാരമാണ് ഉറി വഴിപാട്. ലോകത്ത് തന്നെ ഈ ചടങ്ങ് നടത്തപ്പെടുന്ന ഏക ക്ഷേത്രം. ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിയാൽ ഒരു പ്രത്യേക കാഴ്ചയായി നിൽക്കുന്ന കൺകുളിർക്കെയുള്ള കാഴ്ചയാണ് ഭക്തർ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച ഉറികൾ. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും, ക്ഷേത്രത്തിൻ്റെ മുൻവശങ്ങളിലും ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും തൂക്കിയിട്ടിരിക്കുന്ന ആ ഉറികൾ കാണുന്നത് തന്നെ ഭക്തരെ കൺകുളിർക്കെ കാണുന്ന ഒരു വലിയ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തിയാൽ അതേപോലെയുള്ള ഒരു പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭക്തർ തങ്ങളുടെ ആഗ്രഹം, അതെന്തായാലും വിവാഹം, തൊഴിൽ, സന്താനലബ്ധി, അങ്ങനെ ആഗ്രഹം നിറവേറ്റാൻ ഉണ്ണിക്കണ്ണന് ഉറി വഴിപാട് സമർപ്പിക്കുന്നു. വെണ്ണ, കദളിപ്പഴം, അവൽ, കൽക്കണ്ടം, പഞ്ചസാര, ലഡു, ഉണക്കമുന്തിരി,
വെളുത്ത എള്ളിന്റെ ഉണ്ട തുടങ്ങിയ വസ്തുക്കൾ ചെറിയ കലങ്ങളിൽ നിറച്ചാണ് വഴിപാട് നടത്തുന്നത്. ഈ ഉറികൾ പലപ്പോഴും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ ഉറികളുമായി ശ്രീകോവിലിനു ചുറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം ചെയ്യുന്നു. തുടർന്ന് നമസ്കാര മണ്ഡപത്തിൽ ഉറി തൂക്കിയിട്ട ശേഷം മേൽശാന്തി ഈ വിഭവങ്ങൾ ഭഗവാന് നേദിക്കുന്നു. പ്രസാദമായി ഈ വിഭവങ്ങൾ ആദ്യം കുട്ടികൾക്കും പിന്നീട് മുതിർന്നവർക്കും നൽകും. ഗോകുലത്തിൽ വെണ്ണ കട്ട് തിന്നുന്ന കൃഷ്ണന്റെ ബാലലീലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആചാരം. ഈ വഴിപാടിലൂടെ ഉണ്ണിക്കണ്ണന് അനുഗ്രഹം കിട്ടുകയും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വർഷങ്ങളായി സന്താനലബ്ധിക്ക് കാത്തിരുന്ന ദമ്പതികൾ ഈ വഴിപാട് നടത്തിയ ശേഷം കുഞ്ഞുണ്ടായ കഥ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഏറെ കൂട്ടിയിട്ടുണ്ട്. അവർക്ക് സാധിക്കാത്ത ഒരു ആഗ്രഹങ്ങളും ഇല്ല എന്നുള്ളതാണ് ഭക്തജനങ്ങൾ തന്നെ നേരിട്ടൂടെ പറയാറ്. പ്രത്യേകിച്ച് വ്യക്തിപരവും കുടുംബപരമായ ഏത് ആവശ്യങ്ങൾക്കും ഈ ക്ഷേത്രത്തിലെ ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും. എടുത്തു പറയത്തക്കതായ നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത തലമുറ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ തലമുറയെ നമുക്കൊരു വിവാഹശേഷം സന്താന സൗഭാഗ്യമില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നിരമ്പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ പൂജയിൽ പങ്കെടുക്കുകയും ഉറി വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്കെല്ലാം ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശനമുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്ര പരിശുദ്ധി പാലിച്ച് എത്തുന്ന ഏതൊരു വിശ്വാസിക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച്, നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള സന്താന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 5000-ലധികം കുടുംബങ്ങൾക്കാണ് സന്താന സൗഭാഗ്യം ലഭിച്ചത്. അതേപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഈ ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉണ്ണിക്കണ്ണൻ്റെ ഒരു നിറസാന്നിധ്യമുള്ള ഒരു അമ്പാടിയാണ് ഈ ഉളനാട്ടിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ നിറവേറിയ ശേഷം നന്ദി സൂചകമായി വീണ്ടും ഉറി വഴിപാട് നടത്തുന്ന ഭക്തരും ഏറെയാണ്. ഉറി വഴിപാടിനൊപ്പം മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ്. എല്ലാ മലയാള മാസത്തിലെയും രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 9:30 മുതൽ 10:30 വരെ നടക്കുന്ന ഈ പൂജ വിവാഹ തടസ്സങ്ങൾക്കും തൊഴിൽ പ്രശ്നങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുമൊക്കെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങളുടെ പേര്, നക്ഷത്രം, ഒരു നാണയം എന്നിവ അടയ്ക്ക വെറ്റിലയിൽ വെച്ച് ഭഗവാനോട് ആഗ്രഹം പ്രാർത്ഥിക്കുകയാണ് ഭക്തർ. മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം ജപിച്ച് അർച്ചന നടത്തുന്നു. എല്ലാ മാസത്തിലും രോഹിണി നാളിൽ ഇവിടെ ലക്ഷ്യപ്രാപ്തി പൂജ, മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടന്നു വരുന്നുണ്ട്. അന്നത്തെ ദിവസം ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾ വന്ന് അവർ സ്വന്തമായിട്ട് ആ പൂജ കഴിക്കുന്ന ചടങ്ങാണ് ഈ ലക്ഷ്യപ്രാപ്തി പൂജ. അന്നേ ദിവസം വിശേഷാൽ അലങ്കാര ചാർത്തോടു കൂടിയാണ് ഭഗവാന്റെ ദർശനം എല്ലാവർക്കും കിട്ടുന്നത്. അത് ഇന്നാൾ വരെ അത് സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ വലിയൊരു പ്ലാനിങ്ങിലായിരിക്കും ഇന്ന രീതിയിൽ വേണമെന്നൊക്കെയുള്ള പ്ലാനിങ് നടത്തുന്നത്. പക്ഷേ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേന് അതെല്ലാം മാറി ഭഗവാനൊരു രൂപം നമ്മളെ നിശ്ചയിക്കും. ആ രീതിയിലായിരിക്കും ഇവിടുത്തെ ചാർത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഈ വരുന്ന രോഹിണി നാളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. 100 രൂപയാണ് വഴിപാട് നിരക്ക്. ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് നെയ്വിളക്ക്, പൂവ്, ചന്ദനത്തിരി, കർപ്പൂരം, വെറ്റില, തീർത്ഥപാത്രം എന്നിവ ലഭിക്കുന്നു. പൂജയുടെ പ്രസാദമായി ഒരു നാണയവും നൽകപ്പെടുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ഭക്തർ ഭദ്രമായി സൂക്ഷിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുത്ത് ജോലി ലഭിച്ചവരും വിവാഹം നടന്നവരും സന്താന സൗഭാഗ്യമുണ്ടായവരും ഉളനാട് ക്ഷേത്രത്തിന്റെ അനുഗ്രഹ ശക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നു. 2019 എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വെക്കാതെ സ്കൂട്ടറിൽ പോയപ്പോൾ വീടിട്ട് എൻ്റെ 2 കണ്ണിനെ റെറ്റിന ചതഞ്ഞു പോയിട്ട് 2 കണ്ണിനെയും കാഴ്ച നഷ്ടപ്പെട്ടതായിരുന്നു. ഒരു 80%. 4 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ച് കിട്ടത്തില്ല, ഓരോ വർഷം കഴിയുന്തോറും ആ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് ഞാൻ കൊറോണ സമയത്താണ് ശരിക്കും ഉണ്ണിക്കണ്ണൻ്റെ വാർത്തകളൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അന്ന് ഞാൻ കണ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഒരിക്കലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കല്ലേ എന്ന്. അങ്ങനെ ഇവിടുത്തെ രോഹിണി പൂജയെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ പൂജ എടുക്കാൻ തുടങ്ങി. 25 ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ തന്നെ ഞാനൊരു ആയുർവേദ ഡോക്ടറിനെ പരിചയപ്പെട്ടു. ഓരോ നിയോഗമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അന്ന് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിളക്കിൻ്റെ വെട്ടം പോലും എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് ഇവിടുത്തെ തിരുമേനിമാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഒന്നും പേടിക്കേണ്ട, ഭഗവാൻ എൻ്റെ കണ്ണാട്ട് എൻ്റെ കൂടെ കാണുമെന്ന്. 21 പൂജ പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച എനിക്ക് 2023 തിരിച്ച് കിട്ടിയത്. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉണ്ണിക്കണ്ണനെയും കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് യാത്ര പോയി.
അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ജനുവരി ആയപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ കണ്ണിൻ്റെ ഭഗവാൻ കാഴ്ച എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ 2 കണ്ണിനും വേണ്ടിയിട്ട് 42 പൂജ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണാടി ഇല്ലാതാണ് എൻ്റെ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിക്കണ്ണനെയും ചേർത്തിട്ട് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും കയറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉണ്ണിക്കണ്ണനും കൂടെ ചേർന്ന്. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഈ പൂജ. ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്താം. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ നടത്തുന്ന പാൽപ്പായസം വഴിപാട് ഉളനാട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരമാണ്. ഈ വഴിപാടിനായി അന്യമത വിശ്വാസികൾ പോലും എത്താറുണ്ട്. നഷ്ടപ്പെട്ട ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ തിരികെ കിട്ടിയ നിരവധി കഥകൾ ഇവിടെ പറഞ്ഞു കേൾക്കാം. ഒരു ഭക്തൻ തന്റെ ആഭരണം തിരികെ ലഭിക്കാൻ പാൽപ്പായസം നേർന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് തിരികെ ലഭിച്ച കഥ ഇവിടെയുള്ളവർ പറയുന്നത് കേൾക്കാം. ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി, ദുർഗ, നാഗരാജാവ്, നാഗയക്ഷി എന്നിവർക്കും പ്രത്യേക വഴിപാടുകളുണ്ട്. വിനായക ചതുർത്ഥിക്ക് ഗണപതിക്ക് അപ്പം മൂടൽ, കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ദുർഗയ്ക്ക് പൊങ്കാല, തുലാമാസത്തിലെ ആയില്യം നാളിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും 100 പാലും എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. മഴ പെയ്യാതിരിക്കാൻ തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുന്ന പതിവും ഇവിടെ പ്രചാരത്തിലുണ്ട്. വർഷത്തിൽ 9 മാസവും ഈ ക്ഷേത്രം വിവിധ ആഘോഷങ്ങൾ കൊണ്ട് സജീവമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ജന്മാഷ്ടമി ആഘോഷം ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും അതിവിപുലമായി നടത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യമുള്ള അമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും ശോഭായാത്ര തുടങ്ങി ഈ ഉളനാട് പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഉളനാട് ജംഗ്ഷനിലെത്തി ഉളനാട്ടിലെ ഭഗവാന്റെ കാണിക്ക മണ്ഡപത്തിന് മുമ്പിലെത്തി ഉറിയടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ആ വിപുലമായ വിശാലമായ ശോഭായാത്ര ഉളനാട് ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ആ ശോഭായാത്രയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ കൃഷ്ണൻ്റെയും രാധയുടെയും വേഷങ്ങൾ കെട്ടി വളരെ മനോഹരമായ 100 കണക്കിന് കുട്ടികളാണ് രാധാകൃഷ്ണന്മാരുടെ വേഷം ധരിച്ച് ഈ ശോഭയാത്രയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മകരമാസത്തിൽ മകരവിളക്ക്, പറയെഴുന്നള്ളിപ്പോട് കൂടിയ മഹോത്സവം, കുംഭമാസത്തിലെ കാർത്തിക നാളിലെ പൊങ്കാല, മീനമാസത്തിലെ പ്രതിഷ്ഠാരോഹിണി, വൃശ്ചികത്തിലെ 12 ദിവസത്തെ കളഭം അവതാരച്ചാർത്ത്, വിഷുക്കണി, വിനായക ചതുർത്ഥി, കന്നിയിലെ വിദ്യാരംഭം എന്നിവ ഭക്തർക്ക് ആത്മീയ ആഹ്ലാദം പകരുന്നു. ഈ ഉത്സവങ്ങൾ പറയെഴുന്നള്ളിപ്പും വിളക്കിനെഴുന്നള്ളിപ്പും ഉൾപ്പെടെ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നാട്ടുകാരായ ഹൈന്ദവ വിശ്വാസികളുടെ സഹകരണത്തോടെയാണ് നടത്തപ്പെടുന്നത്. താന്ത്രിക കർമ്മങ്ങൾ താഴമൺ കുടുംബത്തിന് കീഴിലാണ്. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുടെ പവിത്രതയും ആധികാരികതയും ഉറപ്പാക്കുന്നു. ഉപനയനം കഴിഞ്ഞ നാൾ മുതൽ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ പാദപൂജ ചെയ്യുന്നത് കല്ലിശ്ശേരി കല്ലൂർ ഇല്ലത്ത് ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരിയും പ്രകാശ് നമ്പൂതിരിയുമാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്താൻ റോഡ് മാർഗവും ട്രെയിൻ മാർഗവും സൗകര്യമുണ്ട്. MC റോഡിൽ കുളനട ജംഗ്ഷനിൽ ഇറങ്ങി ഉളനാട് വഴി പോകുന്ന ബസ്സോ ഓട്ടോയോ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെത്താം. ഉളനാട് ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ പാണിൽ റോഡിലൂടെ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഓമല്ലൂർ കുളനട റോഡിലൂടെയും എത്താം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ 17 കിലോമീറ്റർ അകലെയുള്ള ചെങ്ങന്നൂരാണ്. അവിടെ നിന്ന് ബസ് മാർഗമോ ഓട്ടോറിക്ഷയിലോ ക്ഷേത്രത്തിലേക്ക് എത്താം. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു ക്ഷേത്രം എന്നതിലുപരി ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയ സമുദ്രമാണ്. ബാലഗോപാലന്റെ അപൂർവമായ പ്രതിഷ്ഠ, ഉറി വഴിപാടിന്റെ അനന്യത, മഹാസുദർശന പൂജയുടെ ഫലപ്രാപ്തി, കായൽമാടന്റെ ഐതിഹ്യം, അത്ഭുതകരമായ സംഭവങ്ങൾ ഇവയെല്ലാം ഈ ക്ഷേത്രത്തെ ഭക്തരുടെ ഹൃദയത്തിൽ നിത്യവാസമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വെളിച്ചം തേടുന്നവർക്ക് ഈ ഉണ്ണിക്കണ്ണന്റെ തിരുനട ആശ്വാസവും പരിഹാരവും ഏകുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം ഭക്തിയുടെ ശക്തിയെയും ദൈവിക ഇടപെടലിന്റെ മഹത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒപ്പം ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ ദിവ്യദീപം തെളിയിക്കുന്നു.